ഈ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയിലെ 4-ാം സ്ഥലം നമുക്ക് ധ്യാന വിഷയമാക്കാം. ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. തൻ്റെ തിരുക്കുമാരൻ പീഡനങ്ങളാൽ വിരൂപനായി കുരിശിൻ്റെ ഭാരത്താൽ വലിഞ്ഞിഴഞ്ഞു പോകുന്നതും ശത്രുക്കളാൽ അധിക്ഷേപിക്കപ്പെടുന്നതും ക്രൂരമായി പ്രഹരിക്കപ്പെടുന്നതും പരിശുദ്ധ അമ്മ കാണുന്നു. ആ കാഴ്ച അമ്മയ്ക്ക് എത്രയോ ഹൃദയഭേദകമായിരുന്നു. തൻ്റെ പരിശുദ്ധ ജനനിയെ വേദനയാലും ദുഃഖത്താലും ഹൃദയം തകർന്നവളായി കാണുക ഈശോയ്ക്കും വേദനാജനകമായിരുന്നു. ഈശോയും മറിയവും ഭയാനകമായ ഈ പരിത്യാഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവസ്നേഹത്തിന് പുറംതിരിഞ്ഞു നിന്ന ദൈവമക്കളുടെ പാപപരിഹാരമായിട്ടും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ ഒന്നിച്ച് തങ്ങളുടെ ദുഃഖഭാരത്തെയും വേദനയെയും ബലിയായി ദൈവപിതാവിന് സമർപ്പിച്ചു. താൻ ഈ ലോകത്തിൽ സാധിക്കാൻ വന്ന മഹത്തായ കാര്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ത്യാഗങ്ങളും സേവനങ്ങളും അവിടുന്ന് കണക്കിലെടുക്കുന്നുണ്ട്. ഇത് അവിടുന്ന് നമുക്ക് നൽകുന്ന സവിശേഷമായ അനുഗ്രഹമാണ്. അവിടുത്തെ ഭഗ്നാശനാക്കാതിരിക്കുന്നതിൽ മറിയത്തോടൊപ്പം അവിടുത്തെ കുരിശിൻ്റെ പങ്ക് നാം ഓരോരുത്തരും വഹിച്ചേ തീരും. ആകയാൽ ദൈവം തരുന്ന കുരിശുകളെ വിശ്വാസത്തോടെ നമുക്കും സ്വീകരിക്കാം. ഈശോയോട് ചേർന്ന് അവയെ ക്ഷമാപൂർവം സഹിക്കാം. അങ്ങനെ നമ്മുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നവയും ചെയ്യാം.